ദേശീയ വിദ്യാഭ്യാസ നയം ചർച്ച ചെയ്യുന്ന വിദ്യാഭ്യാസ സമ്മേളനം ജ്ഞാനസഭ കൊച്ചിയിൽ തുടരുന്നു. ശിക്ഷാ സംസ്കൃതി ഉദ്യാന്യാസ് സംഘടിപ്പിക്കുന്ന 4 ദിവസത്തെ വിദ്യാഭ്യാസ സമ്മേളനം വെള്ളിയാഴ്ചയാണ് ആരംഭിച്ചത്. അല്പസമയത്തിനകം നടക്കുന്ന സെഷനിൽ വിദ്യാഭ്യാസത്തിലെ ഭാരതീയത എന്ന വിഷയത്തിൽ RSS സർസംഘചാലക് ഡോക്ടർ മോഹൻ ഭാഗവത് മുഖ്യപ്രഭാഷണം നടത്തും. ഗവർണർ രാജേന്ദ്ര അർലേക്കർ അധ്യക്ഷത വഹിക്കും. വിവരങ്ങളുമായി PS വിനയ ചേരുന്നു. വിനയ, കേൾക്കാമോ? കേൾക്കാം. ദേശീയ വിദ്യാഭ്യാസ നയം സംബന്ധിച്ചുള്ള ചർച്ചകളാണ് ഈ 4 ദിവസമായി നടക്കുന്ന ജ്ഞാനസഭയിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഭാരതീയ സംസ്കാരത്തിന്റെ മൂല്യങ്ങൾ കൂടുതലായി ഈ ദേശീയ വിദ്യാഭ്യാസ നയത്തിൽ ഇനി എങ്ങനെ ഉൾപ്പെടുത്താം, ഈ ഭാരതീയ സംസ്കാര മൂല്യങ്ങൾ കൂടുതലായി വിദ്യാർത്ഥികളിലേക്ക് എത്തിക്കുന്നതിന് അധ്യയന രീതിയിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തേണ്ടത്, ഇതെല്ലാമാണ് ഈ 4 ദിവസമായി സംഘടിപ്പിച്ചിരിക്കുന്ന ഈ ചർച്ച ഇത് വിശദമായി പരിശോധിക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ RSS സർസംഘചാലക് ഡോക്ടർ മോഹൻ ഭാഗവത് മുഖ്യ പ്രഭാഷണം നടത്തുന്ന സെഷനാണ് ഇപ്പോൾ ഇവിടെ ആരംഭിച്ചിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ സർസംഘചാലക് ഡോക്ടർ മോഹൻ ഭാഗവത് ഈ വേദിയിലേക്ക് എത്തും. അദ്ദേഹം ആ സെഷനിൽ അദ്ദേഹം മുഖ്യ പ്രഭാഷണം നടത്തുകയും ചെയ്യും. സൂചിപ്പിച്ചതുപോലെ വിദ്യാഭ്യാസത്തിലെ ഭാരതീയത എന്ന വിഷയത്തിലാണ് അദ്ദേഹത്തിന്റെ പ്രഭാഷണം. ആ സെഷനിൽ കേരള ഗവർണർ രാജേന്ദ്ര അർലേക്കറും പങ്കെടുക്കുന്നുണ്ട്. ഇന്ന് ഉച്ചയ്ക്ക് 2 മണിക്ക് നേരത്തെ വിദ്യാഭ്യാസ നയം സംബന്ധിച്ചിട്ടുള്ള ഒരു ചർച്ച, ഒരു സമ്മിറ്റ് കൂടി നടന്നിരുന്നു. അതിൽ കേരളത്തിലെ വിവിധ സർവകലാശാലകളിലെ വൈസ് ചാൻസലർമാർ പങ്കെടുത്തിട്ടുണ്ട്. കേരള VC ഡോക്ടർ മോഹൻ കുന്നുമ്മൽ, അതോടൊപ്പം തന്നെ കണ്ണൂർ കാലിക്കറ്റ് വൈസ് ചാൻസലർമാർ, മുൻ KTU VC ഡോക്ടർ ശിവപ്രസാദ്, സുപ്പോസ് VC തുടങ്ങിയ 5 ഒപ്പം കേന്ദ്ര സർവകലാശാല VC തുടങ്ങിയ വൈസ് ചാൻസലർമാരെല്ലാം തന്നെ ആ സെഷനിലും പങ്കെടുത്തിട്ടുണ്ട്. നാളെയാണ് ഈ ജ്ഞാനസഭ അവസാനിക്കുന്നത്. നാളെ വൈകിട്ട് ഈ ഡോക്ടർ മോഹൻ ഭാഗവതിന്റെ ഒരു സമാപന പ്രസംഗം കൂടി ഇതിലുണ്ട്. നടപടിക്രമങ്ങൾ കേൾക്കാമെങ്കിൽ ഇപ്പോൾ ആരാണ് സംസാരിക്കുന്നത്? മോഹൻ ഭാഗവത് എത്തിക്കഴിഞ്ഞതായി ദൃശ്യങ്ങൾ കാണുന്നുണ്ട്. അദ്ദേഹം ഹാളിലേക്ക് എത്തിയിട്ടുണ്ട്. അതായത് ഈ സെഷനിൽ അധ്യക്ഷം വഹിക്കുന്നത് ഗവർണർ ഡോക്ടർ രാജേന്ദ്ര അർലേക്കർ ആണ്. അദ്ദേഹത്തിന്റെ ഒരു അധ്യക്ഷ പ്രസംഗത്തിന് ശേഷം ഡോക്ടർ മോഹൻ ഭാഗവതിന്റെ ഒരു 40 മിനിറ്റ് പ്രസംഗമാണ് ഈ സെഷനിൽ നിശ്ചയിച്ചിരിക്കുന്നത്. ദേശീയ വിദ്യാഭ്യാസ നയത്തിൽ കേരളത്തിലെ ഒരു സാഹചര്യങ്ങൾക്ക് കൂടി ഊന്നൽ നൽകിക്കൊണ്ടുള്ള ഒരു പ്രസംഗമാണ് സർസംഘചാലകിന്റെ ഭാഗത്ത് ഉണ്ടാവുക എന്നാണ് മനസ്സിലാക്കുന്നത്. അല്പസമയത്തിനകം തന്നെ അദ്ദേഹത്തിന്റെ പ്രസംഗം തുടങ്ങും. ശരി വിനയ.